മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെയും ഇനി ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന ചിത്രങ്ങളുടെയും റിലീസുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയത് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള അതിശയമുണ്ടാക്കി. ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വരെ റിലീസ് പ്രഖ്യാപിച്ചപ്പോൾ പ്രേക്ഷകർ അതിശയത്തോടെ നോക്കി. കാരണം ആശീർവാദിന്റെ പ്രൊഡക്ഷനിലെത്തുന്ന സിനിമകളുടെ റിലീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആശീർവാദ് റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ലൈനപ്പുകളിലെ റിലീസ് പ്രഖ്യാപനം നടത്തിയപ്പോൾ ആശീർവാദിന്റെ നിർമ്മാണത്തിൽ പെടാത്ത ചില സിനിമകൾ കൂടി അണ്ടർ പ്രൊഡക്ഷനിൽ ഉണ്ടല്ലോ. ഈ ചിത്രങ്ങളുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചുകൊണ്ടാണ് പിന്നെ പ്രേക്ഷകർ എത്തിയത്. പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെ റംപാൻ, റാം എന്നീ ചിത്രങ്ങളെ കുറിച്ചാണ്. ഈ രണ്ട് ചിത്രങ്ങളും മറ്റ് പ്രൊഡ്യൂസേഴ്സാണ് പ്രൊഡക്ഷൻ നിർവഹിക്കുന്നത്. റാമിന്റെയും റംപാന്റെയും വിവരങ്ങളൊക്കെ നമ്മൾ പലതവണ കേട്ട് കഴിഞ്ഞു. റംപാൻ ഇപ്പോഴും പ്രൊഡക്ഷനിലുണ്ട്, ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കാലതാമസം എന്നതാണ് പലരും ചോദിക്കുന്നത്. അണിയറയിൽ ചില സംസാരങ്ങൾ ഇതുമായി നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഫൈനൽ വേർഡ്സുകളൊന്നും ആരുടെ കയ്യിൽ നിന്നും എത്തിയില്ല. റാമിന്റെയും പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ ലൊക്കേഷനും ഒരു വിഷയമായി മാറുന്നു എന്ന രീതിയിൽ മുമ്പ് സംസാരിച്ചിരുന്നു. എന്തായാലും പുതിയ അപ്ഡേറ്റുകളൊന്നും ഈ രണ്ട് ചിത്രങ്ങളെയും കുറിച്ച് പുറത്തു വന്നിട്ടില്ല എന്നതായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ ഈ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത്. ഇപ്പോഴും ചോദ്യങ്ങളുമായി പലരും എത്തുന്നുണ്ട് അവർക്ക് മുന്നിലേക്ക്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയതും ഇങ്ങനെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം റാമുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. മലയാള ചിത്രമായ റാമിന്റെ ചിത്രീകരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം വീണ്ടും ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നതും. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2025 ഡിസംബറിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. റാമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റാം എന്തായാലും പുനരാരംഭിക്കാനുള്ള പദ്ധതികളാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും ചെലവേറിയ ചിത്രം എന്ന ഖ്യാതിയോടുകൂടിയാണ് ജിത്തു ജോസഫിന്റെ റാം എത്തുന്നത്. ജിത്തു ജോസഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി റാം മാറിയിരിക്കുകയാണ്. 2 പാർട്ടായി ഇറങ്ങുന്ന ചിത്രം. ഏതാണ്ട് 100 കോടിക്ക് മുകളിലുള്ള ബഡ്ജറ്റ് ഈ ചിത്രത്തിനുണ്ട് എന്ന രീതിയിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇനിയും ചിത്രത്തിന് ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട്. ഏതാണ്ട് 50 ദിവസത്തോളം നീളുന്ന ഒരു ചിത്രീകരണം ഇനിയും ബാക്കി നിൽക്കുന്നു എന്നാണ് സംവിധാനം അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നും ലൊക്കേഷനിലെ സിറ്റുവേഷനും ഒക്കെ നോക്കിയിട്ട് വേണം ചിത്രത്തിന്റെ പുനരാരംഭിക്കൽ എന്നാണ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ പുനരാരംഭിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റാം സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫാണ്. മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രത്തിൽ നിരവധി പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നു. വിഷ്ണു ശ്യാമിന്റേതാണ് ഈ ചിത്രത്തിന്റെ സംഗീതം. എന്തായാലും ഇനി അറിയേണ്ടത് റാമിന്റെയും റംബാന്റെയും വിവരങ്ങളാണ്. ബാക്കി എല്ലാ ചിത്രങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആശീർവാദ് സിനിമാസ് കഴിഞ്ഞ ദിവസം തന്നെ എത്തി ചിത്രത്തിന്റെ റിലീസ് തകിതം പുറത്തുവിട്ടു. ഇതാണ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയതും. ഇതുകൂടാതെ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മറ്റൊരു ചിത്രം കൂടി സംഭവിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഏത് ചിത്രമായിരിക്കും എന്ന രീതിയിലാണ് പ്രേക്ഷകർ ചോദിക്കുന്നതും. പല മോഹൻലാൽ സിനിമകളും അണിയറയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തു മാധവന്റെയും അമൽ നീരദിന്റെയും ഒക്കെ സിനിമകൾ അതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നേ ദിവസം നമ്മളെ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാലെ വരാൻ പോകുന്ന തുടരും എന്ന ചിത്രത്തിന്റെ ഒരു 37 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു റീക്രിയേഷൻ ആണ്. ഈ ചിത്രത്തിലെ ജോഡികളായി എത്തുന്ന മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒരു പോസ്റ്റർ അവതരിപ്പിക്കുകയുണ്ടായി. മോഹൻലാൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എത്തിയപ്പോൾ മോഹൻലാലും ശോഭനയും കൊളാബ് ചെയ്താണ് ഈ പോസ്റ്റർ പ്രദർശിപ്പിച്ചത്. എവർഗ്രീൻ കോംബോ എന്നും മറ്റും അഭിസംബോധന ചെയ്ത ഈ പോസ്റ്റർ ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. ഇപ്പോൾ ഈ ചിത്രം വൈറലായതിന് പിന്നാലെ പഴയ നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധി എന്ന ഗാനത്തിലെ രംഗമാണ് ഇപ്പോൾ ഇതിനൊപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ചിത്രത്തിനും ഇടയിൽ 37 കൊല്ലത്തിന്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നില്ലെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ചിത്രങ്ങൾ വൈറലാകുന്നു. പല ഷെഡ്യൂളുകളായി നടന്ന 99 ദിവസത്തെ ചിത്രീകരണമാണ് തുടരുമെന്ന സിനിമയ്ക്ക് നടന്നത്. രജപുത്രിയുടെ ബാനറിൽ M രഞ്ജിത്ത് ആണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിക്കുന്നത്. ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ, നല്ല സുഹൃത്ത് ബന്ധമുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ. ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെ ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ.